കർത്താവായ യേശുക്രിസ്തുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹവും ശക്തിയും അനുദിന ജീവിതത്തിൽ നാം അനുഭവിക്കുന്നവരാണ്. കർത്താവ് മനുഷ്യൻ്റെ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളെയും തൊട്ടറിയുന്നു എന്നുള്ള യാഥാർത്ഥ്യം പലപ്പോഴും നാം മറന്നു പോകുന്നുണ്ട്. വിശുദ്ധ ബൈബിളിലെ ഓരോ ഗ്രന്ഥവും ഏറ്റവും പ്രത്യേകമായി ഈ വലിയൊരു സത്യം നമുക്ക് പറഞ്ഞു തരാനായിട്ടിടയാകുകയാണ്. ഇന്ന് നാം ധ്യാനിക്കുന്ന വിഷയം സഭാപ്രസംഗൻ്റെ പുസ്തകം, അതിൻ്റെ 3-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ്. പലവരും ഈ ഭാഗം നമ്മൾ കേട്ടിട്ടുണ്ട് എങ്കിൽ തന്നെ പലപ്പോഴും അതിൻ്റെ ആന്തരികമായ അർത്ഥം മനസ്സിലാക്കാൻ സാധിക്കില്ല. 3-ാമത്തെ അധ്യായത്തിൻ്റെ പ്രാരംഭം ഏറ്റവും പ്രത്യേകമായി എല്ലാറ്റിനും സമയമുണ്ട് എന്നുള്ള മുഖവുരയോടുകൂടിയാണ് ആരംഭിക്കുന്നത്. ഈ ധ്യാനചിന്ത ആരംഭിക്കുന്നതിന് മുൻപ് സഭാപ്രസംഗൻ്റെ പുസ്തകത്തെക്കുറിച്ച് ഒരല്പം ധ്യാനിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ജ്ഞാനിയായ സോളമനാണ് ഈ ഗ്രന്ഥത്തിൻ്റെ കർത്താവായി കരുതപ്പെടുന്നത്. സഭാപ്രസംഗൻ എന്ന പുസ്തകത്തിൻ്റെ ആ പേര് ഹീബ്രുവിൽ കൊഹല്ലത്ത് എന്ന് പറയുന്ന വാക്കിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ആ വാക്കിൻ്റെ അർത്ഥം തന്നെ അന്വേഷണം എന്നാണ്. അന്വേഷകൻ. എന്താണ് അന്വേഷിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഈ ഭൂമിയിലുള്ള സമസ്തതിനെയും കുറിച്ച് അന്വേഷിക്കുന്നു. അന്വേഷകൻ കണ്ടെത്തുന്നൊരു കാര്യം ഈ ഭൂമിയിലെ സമസ്ത കാര്യങ്ങളും മായയാണ്, നിലനിൽക്കുന്നതല്ല എന്നുള്ളതാണ്. അതിനേക്കാൾ ഉപരിയായി ഉന്നതങ്ങളിലുള്ള സത്യം അതുമാത്രം നിലനിൽക്കുന്നതാണ്. ഈ ഒരു വലിയ ചിന്തയാണ്, ജ്ഞാനമാണ് ഈ പുസ്തകത്തിലൂടെ നമുക്ക് പകർന്നു കിട്ടാനിടയാകുന്നത്. ഭൂമിയിൽ അടിസ്ഥാനമുണ്ടെന്ന് മനുഷ്യൻ കരുതുന്ന പല കാര്യങ്ങൾക്കും അടിസ്ഥാനമില്ല എന്നും അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് അവൻ ആത്മാർത്ഥമായി ധ്യാനിക്കണമെന്ന് ദൈവം ഓർമ്മപ്പെടുത്താനിടയാകുന്നു. ഭൗതിക വസ്തുക്കളുടെ നശ്വരത ഇത്രമാത്രം മനോഹരമായി ഒരു മതഗ്രന്ഥത്തിലും സൂചിപ്പിക്കാനായിട്ടിടയായിട്ടില്ല. ഈ സഭാപ്രസംഗൻ്റെ പുസ്തകത്തിലെ 3-ാമത്തെ അധ്യായം 1 മുതൽ 11 വരെയുള്ള തിരുവചന ഭാഗങ്ങൾ മർമ്മപ്രധാനമായ ഭാഗമാണ് നമ്മളോട് സംസാരിക്കാനായിട്ടിടയാകുന്നത്. എല്ലാറ്റിനും സമയമുണ്ട് എന്ന് ജ്ഞാനിയായ സോളമൻ പറഞ്ഞതിന് ശേഷം ചില കാര്യങ്ങൾ പ്രത്യക്ഷത്തിൽ നാം കേൾക്കുമ്പോൾ പരസ്പര വിരുദ്ധമെന്ന് തോന്നുന്ന ചില കാര്യങ്ങൾ നമ്മളെ ഓർമ്മപ്പെടുത്താനായിട്ടിടയാകുകയാണ്. എന്താണ് ഇത് ഉദ്ദേശിക്കുന്നത് എന്ന് അതിൻ്റെ ആന്തരിക അർത്ഥം നമുക്ക് പറഞ്ഞു തരാനിടയാകും. ജ്ഞാനിയായ സോളമൻ വൈരുദ്ധ്യാത്മകമായി കാര്യങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് ജീവിതത്തെ മനസ്സിലാക്കാൻ നമ്മെ ഓരോരുത്തരെയും ഒരുക്കുകയാണ്. സഭാപ്രസംഗൻ്റെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ പ്രാരംഭ ഭാഗത്ത് വൈരുദ്ധ്യാത്മകമായി നാം കാണുന്നൊരു കാര്യമാണ് ജനിക്കാൻ ഒരു കാലം, അതോടൊപ്പം തന്നെ മരിക്കാൻ ഒരു കാലം. എന്താണിത് അർത്ഥമാക്കാനായിട്ടിടയാകുന്നത്? ജനന മരണങ്ങൾ മനുഷ്യൻ്റെ പരിധിയിലല്ല, അത് ദൈവത്തിൻ്റെ കരങ്ങളിലാണെന്ന് ഏറ്റവും പ്രത്യേകമായി ഓർമ്മപ്പെടുത്താനിടയാകുന്നു. വചനഗ്രന്ഥം സൂചിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ പരമാധികാരി എന്ന് പറയുന്നത് ദൈവമാണ്. അതുകൊണ്ട് തന്നെ ജീവിക്കാൻ അവനെ അനുവദിക്കുന്നതും അവൻ്റെ ജീവിതത്തിൽ ആത്മാവ് കടന്നുപോയി ഭൂമിയിൽ നിന്ന് കടന്നു പോകുന്ന മരണത്തിൻ്റെയും അധികാരി ദൈവമാണെന്ന് അവൻ മനസ്സിലാക്കണം എന്നാണ് ഇവിടെ ഓർമ്മപ്പെടുത്താനിടയാകുന്നത്. ചുറ്റുവട്ടത്തേക്ക് നോക്കിയാൽ കണ്ടെത്തുന്ന വലിയൊരു സത്യമുണ്ട്. മനുഷ്യൻ നെട്ടോട്ടമോടുകയാണ്. സഭാപിതാവായ വിശുദ്ധ അഗസ്റ്റിനൊരു കാര്യം പറയുന്നുണ്ട്. അർത്ഥമില്ലാത്തതിനു വേണ്ടി മനുഷ്യൻ എല്ലാ കാലവും നെട്ടോട്ടമോടുകയാണ്. എന്നാൽ അർത്ഥമുള്ളതിനെ പലപ്പോഴും വിസ്മരിക്കാനായിട്ടിടയാകുന്നു. ഭൗതികമായ കാര്യം നമ്മുടെ മുമ്പിൽ വയ്ക്കുമ്പോൾ ആത്മീയമായതിന് പലപ്പോഴും തകർച്ച സംഭവിക്കുന്നുവെന്ന് കണ്ടെത്തിയെടുക്കാനായിട്ട് സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ മനുഷ്യൻ്റെ ജീവിതത്തിൽ ജനിക്കാനൊരു കാലമുണ്ട്. ഈ ജനനം എന്ന് പറയുന്നത്, ജീവൻ എന്ന് പറയുന്നത് ദൈവം തന്നെ നമ്മുടെ കരങ്ങളിലേക്ക് നൽകിയ മഹത്തായ ദാനമാണെന്ന് തിരിച്ചറിയാൻ ജ്ഞാനിയായ സോളമൻ നമ്മെ ഓരോരുത്തരെയും ക്ഷണിക്കുകയാണ്. റോമാലേഖനം അതിൻ്റെ 9-ാം അധ്യായം 16-ാമത്തെ തിരുവചനത്തിൽ ഇപ്രകാരം നാം വായിക്കുന്നുണ്ട്: മനുഷ്യൻ്റെ പ്രയത്നമോ അവൻ്റെ പ്രത്യേകമായ കാര്യങ്ങളോ ഒന്നുമല്ല, ദൈവത്തിൻ്റെ കരുണയാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം. ഞാനിപ്പോൾ സംസാരിക്കുന്നതും നിങ്ങൾ ശ്രവിക്കുന്നതുമെല്ലാം ദൈവം കരുണയാകുന്നത് കൊണ്ടാണ്. ഈ ഭൂമിയിൽ നമുക്ക് ചലിക്കാൻ സാധിക്കുന്നത് ദൈവം കരുണയാകുന്നത് കൊണ്ടാണ്. ജീവിക്കാൻ സാധിക്കുന്നത് ദൈവം കരുണയാകുന്നത് കൊണ്ടാണ്. അപകട മരണങ്ങൾ നമുക്ക് സംഭവിക്കാതിരിക്കുന്നത് ദൈവം സംരക്ഷിക്കുന്നത് കൊണ്ടാണ്. നമ്മുടെ വ്യക്തിജീവിതത്തിൽ പലപ്പോഴും അത്ഭുതകരമായ ദൈവിക സംരക്ഷണം ഉള്ളതുകൊണ്ടാണ്
നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നത്. മനുഷ്യൻ്റെ ജീവിതത്തിൽ അവൻ വിസ്മരിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരനുഭവമാണ് ഏറ്റവും പ്രത്യേകമായി മരണത്തെക്കുറിച്ചുള്ള ചിന്ത. എപ്പോഴും മരണത്തെക്കുറിച്ച് ചിന്തിച്ചിരിക്കണം എന്നുള്ളതല്ല, ജീവൻ്റെ വിലയെ തിരിച്ചറിയാൻ നിശ്ചയമായും ഒരു ദിനം ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോകും എന്നുള്ള ഒരോർമ്മ എപ്പോഴും ഉള്ളത് വളരെ നല്ലതാണ്. രണ്ടാമത്തെ ഭാഗത്ത് ജ്ഞാനിയായ സോളമൻ ഒരു കാര്യം ഓർമ്മപ്പെടുത്തുന്നു: നടാൻ ഒരു കാലം, നട്ടത് പറിക്കാൻ ഒരു കാലം. ഇത് നമ്മുടെ ആഹാരത്തെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്. മറ്റെന്ത് വലിയ സത്യമാണ് ഇതിലൂടെ നമുക്ക് ലഭിക്കാനായിട്ട് ഇടയാകുന്നത്? വിശുദ്ധ ഗ്രന്ഥം ഒരു കാര്യം ഓർമ്മപ്പെടുത്തി തരുന്നുണ്ട്: ദൈവത്തിൻ്റെ പദ്ധതിക്കനുസരിച്ച് നാം എല്ലാം ചെയ്യാനായിട്ട് ഇടയാകണം. കാർഷിക വൃത്തി ചെയ്യുന്ന വ്യക്തികൾക്ക് വ്യക്തമായിട്ടറിയാം, ഓരോ സസ്യങ്ങളും നടുന്നതിന് പ്രത്യേകമായൊരു കാലമുണ്ട്. അത് വിളവിലെത്തിക്കഴിയുമ്പോൾ അതിൻ്റെ ഫലമെടുക്കാനായി ഏറ്റവും പ്രത്യേകമായൊരു കാലഗതിയുണ്ട്. എന്നാൽ നടേണ്ട കാലത്ത് ഈ വിളകൾ നടാതിരുന്നാൽ അതിൻ്റെ വിളവെടുപ്പ് കാലത്ത് വേണ്ടതായ ഫലം ലഭിക്കാനായിട്ട് ഇടവരികയില്ല. ഈ കാർഷിക വൃത്തിയിൽ ഇതേ തത്വം തന്നെ നമ്മുടെ ഓരോരുത്തരുടെയും മനുഷ്യ ജീവിതത്തിലേക്ക് പ്രയോഗിക്കണമെന്ന് ദൈവം ഓർമ്മപ്പെടുത്താനായിട്ട് ഇടയാകുകയാണ്. മനുഷ്യൻ പലപ്പോഴും അവൻ ഇഷ്ടമുള്ളത് ചെയ്യാനായിട്ട് തയ്യാറാകുന്നു. എന്നിട്ട് ദൈവത്തിൻ്റെ ഇഷ്ടമായി അതിനെ പലപ്പോഴും നിർവചിക്കാനായിട്ട് ഇടയാകുന്നു. പരിശുദ്ധ അമ്മയുടെ ജീവിതം എന്ന് എടുത്ത് പരിശോധിച്ച് നോക്കുക. തൻ്റെ ഇഷ്ടമല്ല, ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റാൻ വേണ്ടിയാണ് അവൾ തയ്യാറെടുത്തത്. പഴയ നിയമത്തിലെയും പുതിയ നിയമത്തിലെയും വിശുദ്ധരായ വ്യക്തികളുടെ ജീവിതമെടുത്ത് പരിശോധിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നൊരു കാര്യവും ഇത് തന്നെയാണ്. അനേകം വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങൾ അവരുടെ ജീവിതത്തിലുണ്ട്. എന്നാൽ അതിനെക്കുറിച്ച് അവർ ഒരിക്കലും ആകുലപ്പെടുന്നില്ല. ഹിതം ആരായുന്നത് ദൈവത്തിൻ്റെ ഹിതമാണ്. ഈ ദൈവത്തിൻ്റെ ഹിതം മാനുഷികമായിട്ട് പലപ്പോഴും പരാജയമായിട്ട് തോന്നാനായിട്ടിടയാകും. എന്നാൽ അതിൻ്റെ ഫലം അത് നമുക്ക് നിർവചിക്കാൻ സാധിക്കുന്നതിനപ്പുറമാണെന്നുള്ള കാര്യം കണ്ടെത്തിയെടുക്കാൻ സാധിക്കും. സഭയിലെ പുതിയ ഓരോ പ്രസ്ഥാനങ്ങളുടെയും ചരിത്രമെടുത്ത് പരിശോധിച്ച് നോക്കുക. നമുക്ക് കണ്ടെത്തിയെടുക്കാൻ സാധിക്കും, പ്രാരംഭത്തിൽ പരാജയമെന്ന് പറഞ്ഞിരുന്ന പല കാര്യങ്ങളും കാലാന്തരത്തിൽ നമുക്ക് കണ്ടെത്തിയെടുക്കാൻ സാധിക്കും വലിയ വിജയത്തിലേക്ക് എത്തുന്ന അത്ഭുതകരമായ അനുഭവം. വെറും 5 രൂപ കൊണ്ട് ആരംഭിച്ച ചെറിയ ഒരു പ്രസ്ഥാനം നമുക്കിന്നറിയാം. വാഴ്ത്തപ്പെട്ട മദർ തെരേസയുടെ മിഷണറീസ് ഓഫ് ചാരിറ്റി എന്ന് പറയുന്ന സഭാ സമൂഹം ലോകത്തെമ്പാടും കരുണയുടെ അടയാളമായിട്ട് തീരാനായിട്ട് ഇടയാകുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ദൈവം നിശ്ചയമായിട്ടും ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തിൽ ഒരു പദ്ധതി ഒരുക്കി വെച്ചിട്ടുണ്ട്. ജെറമിയ പ്രവചനം അതിൻ്റെ 29-ാം അധ്യായം 11-ാം തിരുവചനത്തിൽ ഇപ്രകാരം നാം അതുകൊണ്ട് വായിക്കാനായിട്ട് ഇടയാകുന്നുണ്ട്. ദൈവം മനുഷ്യനെ നോക്കിക്കൊണ്ട് പറയുന്ന കാര്യം ഇപ്രകാരമാണ്: എനിക്ക് നിന്നെക്കുറിച്ച് വളരെ വ്യക്തമായൊരു പദ്ധതിയുണ്ട്. അത് നിൻ്റെ നാശത്തിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയല്ല, ക്ഷേമത്തിനും ശുഭമായ ഭാവിക്കും വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ്. അപ്പോൾ ദൈവം പദ്ധതി രൂപീകരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് നന്മ ചൊരിയാനായിട്ട് ഇടയാകും. നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്ന ഒരു കാര്യം, ജ്ഞാനിയായ സോളമൻ സഭാപ്രസംഗൻ്റെ പുസ്തകം 3-ാമത്തെ അധ്യായത്തിൽ സൂചിപ്പിക്കുന്നത് പോലെ, എങ്ങനെയാണോ കർഷകൻ കൃത്യമായി തൻ്റെ കർഷക വൃത്തിയുടെ തത്വം അനുസരിച്ച് മുന്നോട്ട് പോകുന്നത്, നടേണ്ട സമയത്ത് ഇപ്രകാരമുള്ള വിളകൾ നടുന്ന അതേ അനുഭവം തന്നെ വ്യക്തി ജീവിതത്തിലേക്ക് സ്വീകരിക്കാനായിട്ട് തയ്യാറാകണം. മൂന്നാമത് നാം കാണുന്നൊരു കാര്യം, കൊല്ലാനൊരു കാലം, സൗഖ്യം സ്വീകരിക്കാനൊരു കാലം. വൈരുദ്ധ്യാത്മകതയായിട്ട് തോന്നാനായിട്ടിടയാകും. എന്നാൽ അത്ഭുതകരമായൊരു കാര്യം ഇവിടെ നമുക്ക് കണ്ടെത്തിയെടുക്കാനായിട്ട് സാധിക്കും. ഇവിടെ കൊല്ലുക എന്നതുകൊണ്ട് വിശുദ്ധ ഗ്രന്ഥം അർത്ഥമാക്കുന്നത് ഉന്നതമായ ഒരു ചിന്തയാണ്. അത് പ്രത്യക്ഷത്തിലുള്ള ഒരു കൊലപാതകമല്ല, മറിച്ച് ദൈവത്തിൻ്റെ അപരിമേയമായ ശക്തിയും മനുഷ്യൻ്റെ ജീവിതത്തിൽ അവൻ ഇടപെടുന്ന രീതിയെയും കുറിച്ചാണ് ഇവിടെ സൂചിപ്പിക്കാനായിട്ടിടയാകുന്നത്. 139-ാം സങ്കീർത്തനം അതിൻ്റെ 14-ാമത്തെ തിരുവചനത്തിൽ ദൈവം എങ്ങനെ മനുഷ്യനെ സൃഷ്ടിച്ചുവെന്ന് വ്യക്തമായി നമ്മളോട് അരുൾ ചെയ്യാനായിട്ടിടയാകുന്നുണ്ട്. ഒരു അത്ഭുതമായിട്ടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിക്കാനായിട്ടിടയാകുന്നത്. ഈ അടുത്ത കാലത്ത് ഒരു ഗ്രന്ഥത്തിൽ വായിക്കാനായിട്ടിടയായി, മനുഷ്യ ശരീരത്തിൻ്റെ അത്ഭുതകരമായ അനുഭവം എപ്രകാരമാണ് ദൈവം ക്രമീകരിക്കുന്നത്. അവൻ്റെ ജീവിതത്തിൽ ഓരോ 7 വർഷവും കൂടുമ്പോഴും വൈദ്യശാസ്ത്രം പറയുന്നു അവൻ്റെ ജീവകോശങ്ങൾ നശിക്കാൻ, മരിക്കാനായിട്ടിടയാകുന്നു. എന്നിട്ടും ഈ ഭൂമിയിൽ അവൻ ജീവിക്കുന്നത് ദൈവത്തിൻ്റെ അത്ഭുതകരമായ ശക്തി ഒന്നുകൊണ്ട് മാത്രമാണ്. അപ്പോൾ ഒരു കാര്യം ഓർക്കുക, ഓരോ ദിവസവും
മരണം എന്ന് പറയുന്ന പ്രക്രിയയ്ക്ക് വിധേയപ്പെടുന്ന, അല്ലെങ്കിൽ ഇപ്രകാരമുള്ള ജീർണതയ്ക്ക് വിധേയപ്പെടുന്ന മനുഷ്യനെ വീണ്ടും നവീകരിക്കുന്നത് അല്ലെങ്കിൽ സൗഖ്യപ്പെടുത്തുന്നത് ദൈവത്തിൻ്റെ അത്ഭുതകരമായ അനുഭവം തന്നെയാണ്. ജ്ഞാനത്തിൻ്റെ പുസ്തകം 16-ാം അധ്യായം 12-ാമത്തെ തിരുവചനത്തിൽ വചനഭാഗം ഒരു കാര്യം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. മരുന്നോ ലേപന ഔഷധമോ അല്ല, ദൈവത്തിൻ്റെ വചനമാണ് നിന്നെ സുഖപ്പെടുത്തിയതെന്ന് നീ തിരിച്ചറിയുക. പ്രഭാഷകൻ്റെ പുസ്തകം 38-ാമത്തെ അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്, മനുഷ്യന് ബുദ്ധി ഉപദേശിച്ച് നൽകുന്നതും പുതിയ കണ്ടുപിടുത്തങ്ങൾക്ക് സൗഖ്യത്തിനായിട്ടുള്ള വൈദ്യൻ്റെ ബുദ്ധിയെ പ്രകാശിപ്പിക്കുന്നതും ദൈവത്തിൻ്റെ അപരിമേയമായ ശക്തി അതുകൊണ്ട് മാത്രമാണ്. ഒരു കാര്യം ഓർക്കുക, സമഗ്രമായ ഒരു വിമോചനം, ഒരു സൗഖ്യം മനുഷ്യന് ലഭിക്കുന്നത് ദൈവത്തിൻ്റെ കരങ്ങളിൽ നിന്നാണ്. നമ്മുടെ വ്യക്തിജീവിതം തന്നെ എടുത്ത് ഒന്ന് ചിന്തിച്ച് നോക്കുക. അനുദിനം ഈ ഒരു കാര്യത്തിന് ദൈവത്തിന് നന്ദി നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. മാരകമായ രോഗങ്ങളിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന്, ചില പകർച്ചവ്യാധികളിൽ നിന്ന്, ചില പാരമ്പര്യ രോഗങ്ങളിൽ നിന്ന് എന്തുകൊണ്ട് ഞാൻ മാത്രം സംരക്ഷിക്കപ്പെടുന്നു എന്ന് ചോദിച്ചാൽ, ദൈവം എൻ്റെ കൂടെയുള്ളതുകൊണ്ട് എനിക്ക് സൗഖ്യത്തിൻ്റെ അനുഭവം ലഭിക്കുന്നുവെന്നുള്ള തിരിച്ചറിവിലേക്ക് കടന്നു വരാനായിട്ട് സാധിക്കണം. പ്രിയപ്പെട്ടവരെ, ജ്ഞാനിയായ സോളമൻ അത്ഭുതകരമായിട്ടാണ് മനുഷ്യരുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഇടപെടൽ ഈ വൈരുദ്ധ്യാത്മകതയിലൂടെ പ്രകടിപ്പിക്കാനായിട്ടിടയാകുന്നത്. അടുത്ത ഭാഗം ഇപ്രകാരമാണ് ജ്ഞാനിയായ സോളമൻ ഓർമ്മപ്പെടുത്തുക: തകർക്കാൻ ഒരു കാലം, പണിതുയർത്താൻ മറ്റൊരു കാലം എന്നുള്ളത്. ഒരു കാര്യം ഓർക്കുക, ഈ തകർക്കുക പണിതുയർത്തുക എന്നുള്ളത് മനുഷ്യൻ്റെ ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രത്യേകമായിട്ടുള്ള നവീകരണത്തെ ഓർമ്മപ്പെടുത്തി തരികയാണ്. ഒരു മനുഷ്യനും പൂർണ്ണനല്ല എന്നുള്ള കാര്യം വ്യക്തമായി മനസ്സിലാക്കുക. മനുഷ്യൻ വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട്, ഏതെങ്കിലും ഒരറിവ് ലഭിച്ചു കഴിയുമ്പോൾ ഈ ഭൂമിയിലെ മഹാജ്ഞാനി ഞാൻ തന്നെ ആയിരിക്കുമെന്ന്. നെപ്പോളിയൻ ചക്രവർത്തിയെക്കുറിച്ച് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. യൂറോപ്പിനെ കിടുകിട വിറപ്പിച്ച വളരെ ശക്തനായ ഒരു ചക്രവർത്തിയായിരുന്നു. നെപ്പോളിയൻ എന്ന പേര് കേട്ടാൽ യൂറോപ്പിലെ മറ്റ് രാജ്യങ്ങൾ വിറക്കുമായിരുന്നു. തൻ്റെ 28-ാമത്തെ വയസ്സിൽ ഫ്രാൻസിൻ്റെ ചക്രവർത്തിയായിട്ട് തീർന്ന വലിയ സ്വാധീന ശക്തി വെറുമൊരു സാധാരണ പട്ടാളക്കാരനായി മനുഷ്യനുണ്ടായിരുന്നു. ചക്രവർത്തി പദത്തിലേക്ക് എത്തിയപ്പോൾ നെപ്പോളിയൻ കരുതിയൊരു കാര്യം ഇതാണ്: എൻ്റെ കരുത്ത്, എൻ്റെ ശക്തി, ഞാൻ സമ്പൂർണനായ വ്യക്തി, ഈ ഭൂമിയിൽ ഞാൻ കഴിഞ്ഞ് മറ്റുള്ളവർ ഉള്ളൂ, എന്നെ അനുസരിക്കാതെ ആർക്കും ഈ യൂറോപ്പ് വൻകരയിൽ ജീവിക്കാനായിട്ട് സാധിക്കുകയില്ല. ഈ അഹങ്കാര ചിന്താഗതി തന്നെ അവനെ തകർത്തെറിയുകയാണ്. ചരിത്രത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്: ഒരു ചെറിയ ദ്വീപിലേക്ക് നാട് കടത്തപ്പെടുകയാണ്. വാട്ടർലൂ എന്ന് പറയുന്ന ചെറിയ യുദ്ധത്തിലാണ് ബ്രിട്ടീഷുകാർ ഈ മനുഷ്യനെ പരാജയപ്പെടുത്തുന്നത്. 6 വർഷമാണ് ഹെലേന ദ്വീപിൽ ഈ തടവറയുടെ ബന്ധനത്തിൽ നെപ്പോളിയൻ ആയിരിക്കുന്നത്. ഒരു ദിവസം നിരാശ മുറ്റിയപ്പോൾ സഹ തടവുകാരനോട് നെപ്പോളിയൻ പറയുന്നൊരു കാര്യമുണ്ട്: ഈ ഭൂമിയിൽ സമസ്തവും നേടി എന്ന് ഞാൻ കരുതി, ബലം കൊണ്ട് എല്ലാം കരസ്ഥമാക്കാം എന്ന് ഞാൻ കരുതി. എന്നാൽ ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നു, എനിക്കൊന്നുമില്ല, ഞാൻ ഒന്നുമല്ല എന്നുള്ള വലിയ ഒരു സത്യം. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം ഓർക്കുക, തച്ചുടക്കാനും പണിതുയർത്താനും ഏറ്റവും പ്രത്യേകമായി നമ്മളെ ദൈവം ഒരുക്കുകയാണ്. യൗവന കാലഘട്ടം നമ്മെ സംബന്ധിച്ച് ഊർജ്ജസ്വലതയുടെ കാലഘട്ടമാണ്, പുതിയ കണ്ടുപിടുത്തങ്ങളുടെ കാലഘട്ടമാണ്, പുതിയ മേഖലകളിലേക്ക് വഴി തുറക്കുന്ന അനുഭവമാണ്. ഒരു കാര്യം ഓർക്കുക, എത്രമാത്രം ശ്രദ്ധയോടുകൂടെ നമ്മുടെ ജീവിതത്തെ നമുക്ക് കണ്ടെത്തിയെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്, നവീകരിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ശരീരത്തെ അണിയിച്ചൊരുക്കുന്ന മനുഷ്യൻ ആത്മാവിൻ്റെ വില പലപ്പോഴും നഷ്ടപ്പെടുത്തി കളയുന്നു എന്നുള്ളത് ഭയാനകമായ ഒരവസ്ഥാവിശേഷം തന്നെയാണ്. അതുകൊണ്ട് ജ്ഞാനിയായ സോളമൻ ഒരു കാര്യം നമ്മെ ഓർമ്മപ്പെടുത്തി തരികയാണ്: തച്ചുടക്കുക, അതോടൊപ്പം തന്നെ പണിതുയർത്താനായിട്ട് ഏറ്റവും പ്രത്യേകമായിട്ട് തയ്യാറാകുക. മറ്റൊരു കാര്യം ഈ ഭാഗത്ത് നാം കണ്ടെത്തിയെടുക്കുക: കരയാനൊരു കാലം, ചിരിക്കാനൊരു കാലം. ദൈവം ഇതുകൊണ്ട് എന്താണ് സൂചിപ്പിക്കുന്നത്? മനുഷ്യൻ്റെ ജീവിതത്തിൽ കണ്ണുനീര് മാത്രമല്ല എന്ന് മനസ്സിലാക്കുക. ഒരുവൻ്റെ ജീവിതത്തിൽ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ജീവിത അന്ത്യത്തോളം നിലനിൽക്കുന്ന ഒരു യാഥാർത്ഥ്യമല്ല എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. കരയുന്നവന് ചിരിക്കാനുള്ള ഒരുപാട് സാധ്യതകൾ മുന്നോട്ട് ദൈവം വെക്കാനായിട്ടിടയാകുന്നുണ്ട്. ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തിൽ ഒരു മരുഭൂമി അനുഭവമുണ്ട്. അത് ദൈവം അനുവദിക്കുന്നതായിരിക്കാം, സാഹചര്യങ്ങളുടെ സമ്മർദ്ദ നിമിത്തം ഉണ്ടാകുന്ന അനുഭവമായിരിക്കാം. ഈ കണ്ണീര് നിറയുന്ന സമയത്ത് തളർന്നും തകർന്നും പോകേണ്ട ആവശ്യകതയില്ല. അതുകൊണ്ട് തന്നെയാണ് ജെറമിയ പ്രവചനം 31:16 നമ്മൾ ഇപ്രകാരം വായിക്കുന്നത്: ദൈവം മനുഷ്യനോട് പറയുന്ന
മനോഹരമായ ഒരു നിർദ്ദേശമാണ്. ഇങ്ങനെയാണ് വചനഭാഗത്ത് നാം വായിക്കുക. കർത്താവ് അരുളി ചെയ്യുന്നു, കരച്ചിൽ നിർത്തുക, കണ്ണുനീർ തുടക്കുക, നിന്റെ യാതനകൾക്ക് അവിടുന്ന് പ്രതിഫലം നൽകും, നിന്റെ ഭാവി പ്രത്യാശാഭരിതമാണ്. കരയുന്നവരെ നിങ്ങളിപ്പോൾ സന്തോഷിക്കുക, ചിരിക്കാനുള്ളൊരു കാലം കടന്നു വരുമെന്ന് ലൂക്കായുടെ സുവിശേഷത്തിൽ അഷ്ടസൗഭാഗ്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് യേശു കർത്താവ് പറഞ്ഞതായി നാം വായിക്കാനായിട്ട് ഇടയാകുന്നുണ്ട്. ഇപ്പോൾ ചിരിക്കുന്ന വ്യക്തികൾ, സന്തോഷിക്കുന്ന വ്യക്തികൾ ഒരു കാര്യം മനസ്സിലാക്കുക. ജീവിതം എന്ന് പറയുന്നത് സന്തോഷം മാത്രം നിറഞ്ഞു നിൽക്കുന്ന ഒരു അനുഭവമല്ല. മനുഷ്യൻ്റെ ജീവിതത്തിൽ കണ്ണുനീരിൻ്റെ അനവധിയായ അനുഭവങ്ങളുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അവൻ വിശ്വാസിയായാലും അവിശ്വാസിയായാലും ദുഃഖത്തെയും സന്തോഷത്തെയും സ്വീകരിക്കാൻ അവന് സാധിക്കണം. എന്നാൽ വിശ്വാസിക്ക് പ്രത്യേകമായൊരു ഗുണമുണ്ട്. ദുഃഖത്തിൻ്റെ അനുഭവത്തിലേക്ക് അവൻ വഴുതി വീണ് പോകുമ്പോൾ നിരാശയിലേക്ക് നിവദിക്കാൻ ദൈവം അവനെ അനുവദിക്കുകയില്ല. ദുഃഖത്തിൻ്റെ സമയത്ത് അവനോടുകൂടെ നിന്ന് ദൈവം അവനെ ബലപ്പെടുത്താനായിട്ടിടയാകുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ജ്ഞാനിയായ സോളമൻ ഇപ്രകാരം നമ്മളെ ഓർമ്മപ്പെടുത്താനിടയാകുന്നത്: കരയുന്ന മനുഷ്യർ എപ്പോഴും കരഞ്ഞുകൊണ്ടല്ല, അവന് ചിരിക്കാനുള്ള ഒരനുഭവം ഉണ്ടായിരിക്കും എന്നുള്ള കാര്യം. മറ്റൊരു ഭാഗത്ത് ഇപ്രകാരം നമ്മൾ വായിക്കുന്നുണ്ട്: നിശബ്ദമായിരിക്കാൻ ഒരു കാലം, സംസാരിക്കാൻ ഒരു കാലം. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, ഇതും സഹനത്തെ സംബന്ധിച്ചൊരു മേഖലയാണ് ഓർമ്മപ്പെടുത്താനായിട്ടിടയാകുന്നത്. സഹനങ്ങളെ രണ്ട് രീതിയിൽ നമുക്ക് സ്വീകരിക്കാം. പിറുപിറുപ്പോട് സ്വീകരിക്കാം, അതോടൊപ്പം തന്നെ അതിനെ പരിപൂർണമായി ഉൾക്കൊണ്ടുകൊണ്ട് സന്തോഷത്തോടുകൂടെ നിശബ്ദതയോടുകൂടെ സ്വീകരിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. നിശബ്ദതയോടുകൂടെ സന്തോഷത്തോടുകൂടെ സ്വീകരിക്കാൻ തയ്യാറാകുന്ന വ്യക്തികൾക്ക് സംസാരിക്കാനുള്ള അവസരം ദൈവം തന്നെ ഒരുക്കാനായിട്ട് ഇടയാകുമെന്ന് അവിടെ നിന്ന് ഉറപ്പ് നൽകുകയാണ്. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് പൂർവ്വപിതാവായ ജോസഫിൻ്റെ ചരിത്രം. അവൻ്റെ ജീവിതത്തിലേക്ക് അനേകം തകർച്ചകൾ കടന്നു വരാനായിട്ടിടയായി, വേദനകൾ കടന്നു വരാനായിട്ടിടയായി. 1-2 വർഷമല്ല, സുദീർഘമായ 15 വർഷത്തെ നീണ്ട നിരയാണ് കാണാനിടയാകുന്നത്. സഹോദരങ്ങൾ ദ്വേഷിച്ചു, അവർ തന്നെ വേദനാജനകമായിട്ട് പെരുമാറാനായിട്ടിടയായി, അടിമയായി വിൽക്കപ്പെടാനായിട്ടിടയായി, അടിമയായി ചെന്നെടുത്ത് തെറ്റിദ്ധരിക്കപ്പെടാനിടയായി, തടവറയിൽ അടക്കപ്പെടാനായിട്ടിടയായി. എന്നാൽ അത്ഭുതകരമായ അനുഭവമാണ് തുടർന്ന് ജോസഫിൻ്റെ ജീവിതത്തിൽ സംഭവിക്കാനിടയാകുന്നത്. എവിടെയെല്ലാം നിശബ്ദമാക്കപ്പെട്ടോ അവിടെയെല്ലാം സംസാരിക്കാനുള്ള അവസരം ദൈവം ഒരുക്കുകയാണ്. തെറ്റിദ്ധരിക്കപ്പെട്ട ഇടത്ത് തന്നെ അവൻ ഉന്നതമായ സ്ഥാനത്തേക്ക് എടുത്തുയർത്തപ്പെടുകയാണ്. ആരാണോ അവനെ വേദനിപ്പിച്ചത് അവരുടെ മുമ്പിൽ അധികാരിയായി സംസാരിക്കാനുള്ള അവസരം ദൈവം അവന് വേണ്ടി ഒരുക്കാനായിട്ട് വഴിയൊരുക്കുന്നുണ്ട്. അപ്പോസ്തല പ്രവർത്തനങ്ങളുടെ പുസ്തകത്തിലും അതോടൊപ്പം തന്നെ പുരാതന പാരമ്പര്യത്തിൽ ആദിമ ക്രൈസ്തവ സമൂഹങ്ങളുടെ പ്രത്യേകമായ അനുഭവങ്ങളിൽ നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട്. വേദനിക്കപ്പെട്ട അവസരങ്ങളിൽ, പീഡിപ്പിക്കപ്പെട്ട അവസ്ഥയിൽ ഒന്ന് സംസാരിക്കാൻ പോലും സാധിക്കാത്ത ഭയാനകമായ ഒരുപാട് അവസരങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ട്. എന്നാൽ പിന്നീട് കാണുന്ന കാഴ്ച, എവിടെ നിശബ്ദമാക്കപ്പെട്ടോ അവിടെ സംസാരിക്കാൻ ദൈവം വഴിയൊരുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം ഓർക്കുക, നിശബ്ദത ഒരിക്കലും ഒരു പരാജയമല്ല, അത് ഒരു തകർച്ചയല്ല. നീ നിശബ്ദമായി സഹനങ്ങളെ സ്വീകരിക്കാൻ തയ്യാറാകുന്നെങ്കിൽ നിൻ്റെ ജീവിതത്തിലേക്ക് ദൈവത്തിൻ്റെ കൃപയുടെ അനുഭവം കടന്നു വരാനിടയാകും. യേശു കർത്താവിൻ്റെ ജീവിതമെന്ന് പരിശോധിച്ച് നോക്കുക. യേശുവിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വേദനാജനകമായ അനുഭവമായി ലോകത്തിന് പറയാനുണ്ടായിരുന്നത് അവൻ്റെ പീഡാസഹനവും കുരിശുമരണവുമായിരുന്നു. ചുരുക്കം ചില സമയങ്ങളിൽ മാത്രമേ അവൻ സംസാരിച്ചുള്ളൂ. നിശബ്ദത അവൻ ഹൃദയത്തിലേക്ക് സ്വീകരിക്കാനായിട്ട് തയ്യാറായി. പരാജയപ്പെട്ടു എന്ന് പറയുന്ന അതേ സ്ഥലത്ത് വെച്ച് തന്നെ ലോകം വലിയ ഒരനുഭവം കാണാനായിട്ടിടയാകുകയാണ്. നിശബ്ദമാക്കപ്പെട്ട ഇടത്ത് തന്നെ പിതാവ് അവനെ അനുഗ്രഹിക്കാനിടയാകുന്നു, അഭിഷേകം ചെയ്യാനായിട്ടിടയാകുന്നു. വ്യക്തിജീവിതത്തിൽ നമ്മൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നവും ഇത് തന്നെയാണ്. നിശബ്ദതയോടുകൂടെ വേദനകളെ സ്വീകരിക്കാനായിട്ട് തയ്യാറാകുക. കുടുംബജീവിതത്തിൽ ഭാര്യ ഭർത്തൃ ബന്ധത്തിലായിരിക്കാം, തെറ്റിദ്ധരിക്കപ്പെടുന്ന അനുഭവമുണ്ട്, ഒറ്റപ്പെടുത്തുന്ന അനുഭവമുണ്ട്, മുറിപ്പെടുത്തുന്ന അനുഭവമുണ്ട്. ന്യായം എൻ്റെ ഭാഗത്തായിരുന്നാൽ പോലും നിശബ്ദത പാലിക്കേണ്ട അനുഭവമുണ്ട്. പെട്ടെന്ന് പ്രതികരിക്കാനുള്ള സാഹചര്യങ്ങൾ നിരവധിയാണ്. ഈ വചനത്തിൻ്റെ സാരാംശം അനുസരിച്ച് ഒന്ന് നിശബ്ദമാകാനായിട്ട് തയ്യാറായാലോ സത്യം നിശ്ചയമായും സ്വതന്ത്രമാക്കുന്ന അവസ്ഥയിലേക്ക് നമ്മളെ നയിക്കാനിടയാകും.
തൊഴിലിടങ്ങളിൽ ഒരുപാട് വേദന അനുഭവിക്കുന്നവരുണ്ട്. നിശബ്ദമായി മേലധികാരികളുടെ നിർദ്ദേശങ്ങളെ സ്വീകരിക്കേണ്ടി വരുന്ന അവസ്ഥ, സ്വന്തം ന്യായ അന്യായങ്ങളെ പറയാൻ സാധിക്കാത്ത വളരെ നിസ്സഹായമായൊരവസ്ഥ. തിരിച്ചറിയുക പ്രിയപ്പെട്ടവരെ, സത്യത്തിൻ്റെ കൂടെ ദൈവം എന്നും ഉണ്ട് എന്നുള്ള വലിയ ഒരു അനുഭവം. മത്തായിയുടെ സുവിശേഷം അതിൻ്റെ 5-ാം അധ്യായം 10-ാമത്തെ തിരുവചനത്തിൽ ഇപ്രകാരം ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഒരു കാര്യം: മറ്റുള്ളവർ നിന്നെ കുറ്റപ്പെടുത്തുമ്പോഴും വേദനിപ്പിക്കുമ്പോഴും കുറ്റാരോപണങ്ങൾ നടത്തുമ്പോഴും നിശബ്ദതയോടുകൂടി അത് സ്വീകരിക്കാൻ തയ്യാറാകുക. അതുകൊണ്ടുള്ള 2 മെച്ചങ്ങൾ വചനം എടുത്തു പറയുന്നുണ്ട്. സ്വർഗത്തിൽ നിനക്കുള്ള പ്രതിഫലം വളരെ വലുതായിരിക്കും. ഒരു ശുദ്ധീകരണത്തിൻ്റെ അനുഭവം നിനക്ക് ലഭിക്കും. ദൈവ സാന്നിധ്യ അനുഭവം ഏറ്റവും ശക്തമായിരിക്കുന്നതും ആ നിമിഷങ്ങളിൽ തന്നെയാണ്. സഭാപ്രസംഗൻ്റെ പുസ്തകം 3-ാം അധ്യായത്തിൽ മറ്റ് വൈരുദ്ധ്യാത്മകമായൊരു കാര്യം കൂടെ നാം കേൾക്കാനായിട്ട് ഇടയാകുന്നുണ്ട്. അതിപ്രകാരമാണ്: കല്ല് പെറുക്കിക്കളയുവാനൊരു കാലം, അത് ശേഖരിക്കുവാനൊരു കാലം. ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? മറക്കേണ്ടതും പൊറുക്കേണ്ടതുമായ അനേകം കാര്യങ്ങൾ മനുഷ്യൻ്റെ ജീവിതത്തിലുണ്ട്. മനുഷ്യനെ സംബന്ധിച്ച് ഇന്ന് പറയുന്നൊരു കാര്യം ഇതാണ്: വിരൽ തുമ്പത്താണ് ലോകമെങ്കിലും ഓരോ മനുഷ്യനും ഓരോ രഹസ്യമാണ്. ഈ രഹസ്യത്തിൻ്റെ പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ, അവൻ്റെ ജീവിതത്തിൽ ഒരുപാട് മുറിവുകളായി ജീവിക്കാനായിട്ടിടയാകുന്നു, വേദനിപ്പിക്കുന്ന അനുഭവങ്ങളായി ജീവിക്കാനായിട്ടിടയാകുന്നു. ഈ മുറിവുകളും വേദനകളും ഹൃദയത്തിലും ജീവിതത്തിലും ഉള്ളതുകൊണ്ട് അവന് ജീവിതം ആസ്വദിക്കാനോ അനുഭവിക്കാനോ സാധിക്കാത്ത ഭയാനകമായൊരവസ്ഥാവിശേഷം. നമുക്ക് ക്രോഡീകരിച്ച് ഇങ്ങനെ പറയാനായിട്ട് സാധിക്കും: മനുഷ്യനെന്ന് പറയുന്നത് ആന്തരികമായ മുറിവുകളുടെ ഒരു കൂടാരമാണ് എന്ന്. അതുകൊണ്ട് തന്നെയാണ് ജ്ഞാനത്തിൻ്റെ പുസ്തകം ഇക്കാര്യം ഓർമ്മപ്പെടുത്താൻ ഇടയാകുന്നത്. കല്ല് പെറുക്കി കൂട്ടാനൊരു കാലമുണ്ട്, അതോടൊപ്പം തന്നെ അത് ശേഖരിക്കാനൊരു കാലമുണ്ട്. അത് വലിച്ച് എറിഞ്ഞ് ദൂരേക്ക് ഉപേക്ഷിക്കാനുള്ളൊരു കാലഘട്ടമുണ്ട്. എന്താണ് അതുകൊണ്ട് സൂചിപ്പിക്കാനായിട്ട് ഇടയാകുന്നത്? ഉപേക്ഷിക്കേണ്ട ചില മേഖലകൾ ഉപേക്ഷിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. മനസ്സുകൊണ്ട് തന്നെ അതിനെ പരിപൂർണമായിട്ട് ഉപേക്ഷിക്കാനായിട്ട് സാധിക്കണം. എന്നെ രക്ഷിച്ച, എനിക്ക് വേണ്ടി മുറിവേറ്റ, എന്നെ സൗഖ്യപ്പെടുത്തിയ ഒരു കർത്താവ് എൻ്റെ കൂടെയുണ്ടെങ്കിൽ ഞാൻ എന്തിന് ഭയപ്പെടാനായിട്ടിടയാകണം? നിസ്സാരമായൊരു കമൻറ്റ് കേട്ടതിൻ്റെ പേരിൽ ഭർത്താവുമായി വഴക്കിട്ട് ആത്മഹത്യ ചെയ്ത പെൺകുട്ടിയുടെ ഒരു അനുഭവം ഈ അടുത്ത കാലത്ത് കേൾക്കാനായിട്ടിടയായി. പറഞ്ഞ നിസ്സാരമായ നിർദോഷമായ ഒരു ഫലിതത്തിൻ്റെ പേരിൽ ജീവിതം തന്നെ അവസാനിപ്പിച്ച് കളയുന്ന ഭയാനകമായ ഒരവസ്ഥാവിശേഷം. കുടുംബജീവിതം നയിക്കുന്ന വ്യക്തികളുടെ ജീവിതത്തിൽ ഒരു 20-25 വർഷം കഴിയുമ്പോൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നവും ഇത് തന്നെയാണ്. സ്നേഹത്തിൽ ഒന്നായി തീർന്ന ജീവിതം ദുഃഖത്തിലും സന്തോഷത്തിലും തകർച്ചയിലും ഉയർച്ചയിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ഒന്നിച്ച് ജീവിക്കാമെന്ന് പ്രതിജ്ഞയെടുത്ത പലരുടെയും ജീവിതത്തിൽ പരാതിയുടെ ഒരു പ്രളയം തന്നെ കണ്ടെത്തിയെടുക്കാൻ സാധിക്കും. ഞാൻ കടന്നു വന്ന ഈ ജീവിതത്തിൽ എൻ്റെ ജീവിത പങ്കാളി എന്നെ മനസ്സിലാക്കുന്നില്ല, ഉൾക്കൊള്ളുന്നില്ല. വേദനയോടുകൂടെ ജന്മം കൊടുത്ത, ജീവിതത്തിന് കാരണമായിട്ട് തീർന്ന മക്കൾ മനസ്സിലാക്കുന്നില്ല. ഭയാനകമായ പരാതികളുടെ നീണ്ട നിര കണ്ടെത്തിയെടുക്കാനായിട്ട് സാധിക്കും. ജ്ഞാനിയായ സോളമൻ ഒരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്: അനാവശ്യമായി മനസ്സിൽ സൂക്ഷിക്കുന്ന ഇപ്രകാരമുള്ള ഈ മുറിവുകൾ നാം അത് പെറുക്കിക്കളയാനായിട്ട് ഏറ്റവും പ്രത്യേകമായിട്ട് തയ്യാറാകുക. അത് പെറുക്കിക്കളയാനായിട്ട് ഏറ്റവും പ്രത്യേകമായിട്ട് തയ്യാറാകുക. കർത്താവ് തരുന്ന സൗഖ്യത്തെ പരിപൂർണമായിട്ട് സ്വീകരിക്കാനായിട്ടിടയാകുക. എന്താണ് നമ്മുടെ ഹൃദയത്തിലേക്ക് നാം ശേഖരിക്കേണ്ടത്? ദൈവസ്നേഹത്തിൻ്റെ അനുഭവം. നമ്മളീ പരാതി പറയുന്ന വ്യക്തികളുടെ ജീവിതം തന്നെ എടുത്തു നോക്കുക. മുറിപ്പെടുത്തുന്ന അനുഭവങ്ങൾ എണ്ണി എണ്ണി നമുക്ക് പറയാനുണ്ടെങ്കിലും അവർ നമുക്ക് തരുന്ന നന്മയുടെ എത്രയേറെ കഥകൾ നമുക്ക് കണ്ടെത്തിയെടുക്കാൻ സാധിക്കും. ഒരു രോഗം വന്നപ്പോൾ, ഒരു തളർച്ചയുണ്ടായപ്പോൾ, ഒരു പരാജയം ഉണ്ടായപ്പോൾ, ഒരു ഒറ്റപ്പെടുത്തൽ ഉണ്ടായപ്പോൾ ഈ കുറ്റപ്പെടുത്തുന്ന ജീവിത പങ്കാളി തന്നെയല്ലേ നിൻ്റെ കൂടെ ആയിരുന്നത്? രോഗാവസ്ഥയിൽ മക്കൾ എന്തുമാത്രം നമ്മളെ പരിചരിക്കാനായിട്ട് ഇടയായിട്ടുണ്ട്. സ്നേഹിക്കുന്നില്ല എന്ന് നമ്മൾ പരാതി പറയുന്ന നമ്മുടെ മാതാപിതാക്കൾ എന്തുമാത്രം നമ്മളെ അനുഗ്രഹിക്കാനായിട്ട് ഇടയായിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ജ്ഞാനിയായ സോളമൻ ഒരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. വൈരുദ്ധ്യാത്മകമായ 2 കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ എടുത്തു വെച്ചുകൊണ്ട് ജീവിത വിജയത്തിന് വേണ്ടിയിട്ടുള്ള ചില മാർഗങ്ങൾ നിർദ്ദേശിച്ചു തരികയാണ്. ദൈവം നമ്മുടെ ജീവിതത്തെ വ്യക്തമായിട്ട് കാണുന്നുണ്ട്. ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും വ്യക്തമായിട്ട് കാണുന്നുണ്ട്. ചുറ്റുവട്ടത്തുള്ള ഈ മായാവലയത്തിൽ പെട്ടുപോകാതിരിക്കുക.
കണ്ണഞ്ചിപ്പിക്കുന്ന ഭൗതികമായ കെട്ടുകാഴ്ചകൾ നമ്മുടെ ജീവിതത്തെ ഭരിക്കാതിരിക്കുക. അതെല്ലാം മായയാണെന്ന് അവിടെ നിന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നിൻ്റെ ഈ ജീവനും അതോടൊപ്പം തന്നെ നിൻ്റെ ഈ ശക്തിയും നിൻ്റെ ഈ കരുത്തും എല്ലാം ദൈവത്തിൻ്റെ മഹത്തായ ദാനവും അവിടുത്തെ വലിയ കൃപയുമാണെന്നുള്ള വലിയ ബോധ്യത്തിലേക്ക് നമുക്ക് കടന്നു വരാനായിട്ട് സാധിക്കണം. ഓർക്കുക, ഈ ഒരു തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും നമുക്ക് നമ്മുടെ ജീവിതം അത് കൈപ്പിടിയിൽ ഒതുക്കാനായിട്ട് സാധിക്കും. കൊഹല്ലത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം അന്വേഷകനാണ്. അന്വേഷകൻ ഒരു ജ്ഞാനം നമ്മുടെ മുമ്പിൽ ഈ നിമിഷം നൽകാനായിട്ടിടയാകും. മായയായ ജീവിതത്തെ ദൈവകൃപ കൊണ്ട് നമുക്ക് അനുഗ്രഹമാക്കി തീർക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് മാറ്റേണ്ട മേഖലകൾ മാറ്റാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ദൈവകൃപ കടന്നു വരുവാനുള്ള വാതിലുകൾ നമുക്ക് തുറന്നിടാം. ഉണങ്ങേണ്ട മുറിവുകളെ തമ്പുരാൻ്റെ തൃക്കരങ്ങളിലേക്ക് നൽകാനായിട്ട് തയ്യാറാകുക. 15-ാമത്തെ തിരുവചനത്തിൽ ഒരു കാര്യം കൂടെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ദൈവം എല്ലാ കാര്യങ്ങളും ഭംഗിയായി നിർവഹിക്കുന്നു. അവൻ മനുഷ്യൻ്റെ ഹൃദയത്തിൽ ഒരു നിത്യത വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതിനെ മനസ്സിലാക്കാനായിട്ട് അവൻ പരിശ്രമിക്കുക. കർത്താവിൻ്റെ തിരുസന്നിധിയിലേക്ക് നമ്മുടെ ജീവിതത്തെ ഒന്ന് നമുക്ക് സമർപ്പിക്കാം. സകലതും മായയാണെങ്കിലും ഈ ഭൂമിയിൽ ദൈവം നമ്മെ കാണുന്നു, നമ്മെ അറിയുന്നു, നമ്മുടെ ജീവിതത്തെ ബലപ്പെടുത്താനായിട്ട് ഇടയാകുന്നു. അതുകൊണ്ട് തന്നെ പ്രായോഗികമായിട്ട് നമുക്ക് പ്രതികരിക്കാം. അതിനുള്ള കൃപയ്ക്ക് വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ കർത്താവേ, അങ്ങ് നൽകുന്ന അനുഗ്രഹങ്ങൾക്കായിട്ട് നന്ദി പറയുന്നു. മായയായ ഈ ഭൗമിക ജീവിതത്തിൽ കർത്താവെ, ഞങ്ങളുടെ അദൃശ്യമായ കരം കണ്ടെത്തിയെടുക്കുവാനും മാറ്റേണ്ട മേഖലകൾ ജ്ഞാനിയായ സോളമൻ ഞങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത് പോലെ മാറ്റുവാനും ദൈവത്തിൽ ആശ്രയിക്കുവാനും ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണം. ഞങ്ങളുടെ ആശ്രയവും സങ്കേതമായ പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ പേരിന് കാരണക്കാരായ വിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണമേ. ആമേൻ. വിശദ വിവരങ്ങൾക്ക് ഡയറക്ടർ, ഡിവൈൻ വിഷൻ, ഡിവൈൻ റിട്രീറ്റ് സെന്റർ, മുരിങ്ങൂർ, ചാലക്കുടി 680316, കേരള, സൗത്ത് ഇന്ത്യ. ടെലിഫോൺ 0091 480 270 8098, 0091 480 270 2613, ഫാക്സ് 0091 480 270 8097, ഇമെയിൽ mail.divintv@gmail.com, website www.drcm.org.